ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാരറ്റും മുട്ടയും വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 2 ക്യാരറ്റും മീഡിയം വലുപ്പമുള്ള 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ വലിയ ഇതിൽ വെച്ചിട്ടുള്ള ചെറിയ ഒരു ഇതില്ലേ ഓട്ടയുള്ള അതിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് 2 ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ക്യാരറ്റും 3 മുട്ടയും എടുക്കുന്ന സമയത്താണ് എല്ലാ ചേരുവയും പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്യാരറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മുട്ട ഉറപ്പായിട്ടും കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പോൾ അതായത് ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് സേമിയ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാത്രത്തിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കാഷ്നട്ടും റൈസിൽസും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കറുത്ത മുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മഞ്ഞ കളർ കിസ്മിസ് ഇല്ലേ, അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് വറുത്തെടുത്തത്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ വറുത്ത സേമിയാണെങ്കിൽ പിന്നെ വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഈ നെയ്യിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരുപാട് കറുത്ത് ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആകണ്ട, അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതേ കണ്ടോ, ഈ ഒരു കളറ് ഇങ്ങനെ ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയേക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ വളരെ കുറവാണ് വരുന്നത്. നിങ്ങളുടെ ലൈക്ക് പോലെ തന്നെ പ്രധാനമാണ് നിങ്ങൾ അഭിപ്രായവും. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോയെ കുറിച്ചിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ സേമിയ ഫുള്ളായിട്ട് ഈ പാത്രത്തിൽ നിന്ന് തോണ്ടി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഒന്ന് വഴറ്റി എടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അവിടെ അടുത്ത് തന്നെ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി എടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാകും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരം എത്രയാണോ അതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താം. എനിക്കിത് പാകത്തിനുള്ളൊരു മധുരം ഉണ്ടാവും. ഓവർ മധുരവും ഇല്ല, എന്നാൽ തീരെ മധുരം ഇല്ലാതെ ഇരിക്കൂല കേട്ടോ. അപ്പോൾ ഒരു പാകത്തിന് കഴിക്കാൻ പറ്റിയൊരു മധുരമാണ് ഉള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റായി ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റും എല്ലാം കുക്കായിട്ടുണ്ട്, നമ്മുടെ പഞ്ചസാരയും മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്കൊരു തോണ്ടി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2-2.5 കപ്പോളം വരുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. സേമിയ ഇട്ടിട്ട് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളിതിങ്ങനെ അടച്ചു വെച്ചാലും ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ഇതാ എൻ്റെ സേമിയ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫാക്കി കൊടുക്കാം. നമുക്കൊരു അരിപ്പ എടുക്കാം. ആ ഒരു അരിപ്പയിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാൽ ഉപയോഗിക്കാം. ഇതിലേക്ക് 10 രൂപയുടെ ഒരു പാൽപ്പൊടി പാക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 10 രൂപയുടെ പാൽപ്പൊടി പാക്കറ്റ് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങളുടെ അടുത്ത് പാൽപ്പൊടി കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. 10 രൂപയുടെ പാൽപ്പൊടി പാക്കറ്റിൽ ഒരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂണൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പാൽപ്പൊടി ഇങ്ങനെ വാങ്ങി വെക്കലില്ല. ആവശ്യത്തിന് ഇങ്ങനെ 10 രൂപേൻ്റെ ഒരു പാൽപ്പൊടി പാക്കറ്റ് വാങ്ങലാണ് ചെയ്യൽ. അപ്പോൾ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഫ്ലേവറിനായിട്ട് ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ 2 ഏലക്ക ചതച്ച് ചേർത്താലും മതി. ഇപ്പോൾ ഏലക്ക കയ്യിലില്ലെങ്കിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 3 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മുട്ട ഈ പാലിലും നന്നായിട്ടൊന്ന് മിക്സ് ആകണം. പാൽപ്പൊടിയിലും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് പോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
പിന്നെ ഇതിലേക്ക് നമ്മൾ എന്താ പറയുക, ക്യാരറ്റ് നമ്മളിവിടെ വഴറ്റി വെച്ചിട്ടില്ലേ, പഞ്ചസാരയും നെയ്യിലൊക്കെ വഴറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റും കൂടെ ചേർക്കുക. ക്യാരറ്റ് കുറച്ച് പിന്നെ എന്താ പറയുക, കട്ടിയായിട്ടൊക്കെ നിൽക്കുക, നമ്മൾ പഞ്ചസാരയിൽ ഇങ്ങനെ വഴറ്റിയെടുത്തതുകൊണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഈ പാലിൻ്റെ എല്ലാ ഭാഗത്തും, മുട്ടയുടെയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇനി നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള കുറച്ച് കിസ്മിസ്, കറുത്ത കിസ്മിസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് കാഷ്നട്ടോ അല്ലെങ്കിൽ ബദാമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും നട്ട്സൊക്കെ വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇടയിൽ കടിക്കാൻ കിട്ടിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്കൊരു ഇഫ്താർ സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ വരികയാണ്. അപ്പോൾ നോമ്പിനൊക്കെ നമ്മളൊരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ആവിയിലൊക്കെ വേവിച്ച് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഒരു കേക്ക് മോൾഡിലാണ് ഞാനിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം. കുറച്ച് വെള്ളം വെച്ചൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പാത്രം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെച്ച് കൊടുത്തത്. അല്ലെങ്കിൽ ഈ പാത്രം ഇറക്കി വെക്കുമ്പോൾ കയ്യിൽ ആവി തട്ടി പൊള്ളുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. തീയൊന്ന് കുറച്ച് വെച്ചിട്ട് മാത്രം പാത്രം ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പച്ചെമ്പിൽ വേണമെങ്കിലും ഇത് നമുക്ക് ആവിയേറ്റി എടുക്കാം. നമ്മളിവിടെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഗാർണിഷിനായിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. മൊത്തം എനിക്കൊരു 7 മിനിറ്റാണ് ഇത് കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. എനിക്കിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാത്രം മുകളിൽ അടച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ അടച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യാം. പക്ഷേ എനിക്കിത് എൻ്റെ മുകൾക്ക് വെള്ളമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിവിടെ എനിക്ക് 7 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പാത്രത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഇത് എടുക്കുകയാണ്. ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. ഫുള്ളായിട്ട് ആറിയിട്ടില്ല. നടുക്കൊക്കെ അത്യാവശ്യം പാത്രത്തിൻ്റെ അടി പിടിച്ചാൽ നടുക്കൊക്കെ അത്യാവശ്യം ചൂടുണ്ട്. സൈഡിൽ ചൂട് കുറച്ച് പോയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരുപാട് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ചൂടുള്ള ഭാഗം കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ടാക്കി എടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാനും മറക്കരുത്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവ വെച്ച് ക്യാരറ്റ്, മുട്ട, പാല്, സേമിയൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് ഇത്. 10 മണിക്ക് സ്കൂൾക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാനും നല്ലതാണ്. അവരൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിക്കും. പിന്നെ സ്കൂളിൽ വരുന്ന സമയത്ത് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. ഒരു ഗസ്റ്റ് വരുമ്പോൾ പോലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. നമുക്കിതുപോലെ ഒരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ 3 മുട്ടയും 2 ക്യാരറ്റിൻ്റെ അളവിലാണ് പറഞ്ഞത്. നിങ്ങൾ കൂടുതൽ ക്യാരറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ മുട്ടയും എടുക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ്